എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 6ാമത്തെ ചാപ്റ്ററിലെ ഒന്നിച്ചു നിൽക്കാമെന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട PSC ചോദ്യങ്ങളുമായിട്ടാണ്. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായിട്ടുള്ള സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായിട്ടുള്ള സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടറിയപ്പെടുന്നത് ആവാസം എന്നാണ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടറിയപ്പെടുന്നത് ആവാസം. ജീവിയ ഘടകത്തിന് ഉദാഹരണമാണ് മരം. നമ്മുടെ മരം ജീവിയ ഘടകത്തിന് ഉദാഹരണമാണ്. അജീവീയ ഘടകത്തിന് ഉദാഹരണമാണ് വായു. അജീവീയ ഘടകത്തിന് ഉദാഹരണമാണ് വായു എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിവ. ആവാസ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിവ. ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് കാവ്, കുറ്റിക്കാട്, കുളം എന്നിവ. ആവാസ വ്യവസ്ഥയ്ക്ക് പ്രധാനമായിട്ടുമുള്ള ഉദാഹരണങ്ങളാണ് കാവ്, കുറ്റിക്കാട്, കുളം എന്നിവ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയ്ക്ക് ഒരു ഉദാഹരണമാണ് പുല്ല്, പുഴു, തവള, പാമ്പ്, പരുന്ത് എന്നിങ്ങനെ പോകുന്ന ശൃംഖല. ഭക്ഷ്യശൃംഖലയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് ആദ്യം പുല്ല്, പിന്നെ പുഴു, തവള, പാമ്പ്, പരുന്ത് എന്നിങ്ങനെ പോകുന്ന ഒരു ഭക്ഷ്യശൃംഖല നമുക്ക് പറയാൻ കഴിയും. ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജികളായിരിക്കും. ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജികളാണ്. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെ പറയുന്നത് ഭക്ഷ്യശൃംഖലാജാലം എന്നാണ്. വിവിധങ്ങളായിട്ടുള്ള ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെ പറയുന്നത് ഭക്ഷ്യശൃംഖലാജാലങ്ങൾ എന്നാണ്. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെ പറയുന്നത് ഭക്ഷ്യശൃംഖലാജാലം എന്നാണ്. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ഉൽപാദകർ എന്നാണ്. സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത് കൊണ്ട് ഉൽപാദകരെന്ന് പറയപ്പെടുന്നു. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ഉൽപാദകർ എന്നാണ്. ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ഉൽപാദകർ എന്നാണ്. ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ എന്നാണ് പറയാം. നമ്മൾ കടയിൽ പോയൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപഭോക്താവാണ്. ആഹാരത്തിനായിട്ട് അതേപോലെ മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ നമ്മൾ ഉപഭോക്താക്കൾ എന്നാണ് പറയാം. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ എന്ന് പറയാം. വിഘടിപ്പിക്കുന്നവര് വിഘാടകരാണ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ എന്നുള്ളത്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകര്. വിഘാടകർക്ക് ഉദാഹരണങ്ങളാണ് ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെ. വിഘാടകർക്ക് ഉദാഹരണങ്ങളാണ് ഫംഗസുകളും ബാക്ടീരിയയും ഒക്കെ. വിഘാടകരല്ലാത്ത സൂക്ഷ്മാണുവാണ് വൈറസ്. വിഘാടകരല്ലാത്ത സൂക്ഷ്മാണുവാണ് വൈറസ്. വിഘാടകരല്ലാത്ത സൂക്ഷ്മാണു വൈറസ്.
ഓരോ ആഹാര ശൃംഖലയും അവസാനിക്കുന്നത് ഏതിലാണ്? വിഘാടകരിലാണ്. ഓരോ ആഹാര ശൃംഖലയും അവസാനിക്കുന്നത് വിഘാടകരിലാണ് എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. 15 ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.